ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇപ്പോൾ ഹിറ്റായി എന്ന് തന്നെ പറയാം. സിനിമ ഇറങ്ങിയില്ല. ജാനകി എന്ന പേരായിരുന്നു പ്രശ്നം. ഇപ്പോൾ ഏകദേശം ഈ പറഞ്ഞ സെൻസർ ബോർഡ് ഒരു നിർദ്ദേശം ഹൈക്കോടതിയിൽ വെച്ചിരുന്നു. ഈ ഒരു ജാനകി എന്ന് പറയുന്ന പേരിന് പകരം അതിൻ്റെ ഇനിഷ്യലും കൂടെ ചേർത്ത് ജാനകി വി എന്ന് ആക്കിക്കൊണ്ട് മാറ്റാം. അതിപ്പോൾ നിർമ്മാതാക്കളും അംഗീകരിച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇതങ്ങ് നേരത്തെ ആയിക്കൂടായിരുന്നു. അതെ, ഞാനും അതാ ചോദിക്കുന്നത്. ഇപ്പോൾ രഞ്ജിനി എന്നുള്ള പേര് രഞ്ജി എന്നാക്കിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലൊരു മാറ്റം ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് തന്നെ ആ സംവിധായകനൊക്കെ വിവരമുള്ള ആൾക്കാരാണെന്നാണല്ലോ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെമ്പാടും ഓടേണ്ട ഒരു സിനിമയാണ് ഇത്. പ്രശ്നം ഈ ജാനകിയുടെ പേരല്ല, പട്ടാളം ജാനകി എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ പേരുകളുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രക്ഷോഭം ഉണ്ടായോ? ഈ സിനിമയുടെ കാര്യത്തിൽ തന്നെ ഏതെങ്കിലും ഹിന്ദു സംഘടന ഇതുവരെ പ്രതിഷേധം രേഖപ്പെടുത്തിയോ? സെൻസർ ബോർഡാണ്. ഒരു പക്ഷേ പ്രതിഷേധം ഉണ്ടാക്കാം, വർഗീയ ലഹളകൾ ഉണ്ടാക്കാം എന്നുള്ളൊരു ഭീതിയുടെ പേരിൽ അതിനാണ് ഈ സെൻസർ ബോർഡ്. ജാനകിയെന്നും ലക്ഷ്മണനെന്നും രാമനെന്നും മിക്ക സിനിമകളിൽ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾക്ക് പേരുണ്ട്. ഇത്തരത്തിലുള്ള ടൈറ്റിൽ ഹെഡിങ് വരെ, അതായത് സിനിമകളുടെ പേര് വരെ അങ്ങനെയുള്ള സിനിമകളുണ്ട്. അപ്പോൾ പക്ഷെ അതൊന്നും വലിയ മതവികാരമൊന്നും ഉണർത്താത്തതിന്റെ കാരണം ഒരു പക്ഷെ ആ കഥാപാത്രങ്ങൾ നല്ലത് അല്ലെങ്കിൽ മതവികാരം ഉണപ്പെടുത്തുന്നതല്ലായിരിക്കും. നമ്മളിത് കണ്ടില്ല. ഒരു പക്ഷെ ഹൈക്കോടതി വരെ ഇത് കാണുമെന്ന് ഒന്ന് പറഞ്ഞിരുന്നു. കണ്ടു. അപ്പൊ അതിൽ ഹൈക്കോടതി തന്നെ സെൻസർ ബോർഡിന് അനുകൂലമായിട്ടുള്ള ഒരു സംഗതിയിലല്ലേ ഇപ്പൊ നിൽക്കുന്നത്. അതെ, ഹൈക്കോടതിക്ക് ഒന്നും പറയാൻ പറ്റാതായി. കാരണം ആദ്യം കോടതി ചോദിച്ചത് നമ്മൾ കേട്ടതാണല്ലോ, അവർ നിരീക്ഷിച്ചത് ജാനകിക്ക് എന്താണ് കുഴപ്പം, ജാനകി എന്ന പേരിന് എന്താണ് കുഴപ്പം? പേരിനല്ല കുഴപ്പം. ഞാൻ അന്നേ പറഞ്ഞു, സിനിമയിൽ അത് ഏത് റൂളിലാണെന്നുള്ളതാണ്. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ മദ്യപിച്ച് നടക്കുന്ന ഒരു സ്ത്രീയോ അങ്ങനെയുള്ള ഒരു സ്ത്രീയായിട്ടോ അല്ല, പക്ഷേ മാനഭംഗം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയായിട്ടാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. മാനഭംഗം വന്നു എന്ന് പറയുമ്പോൾ സീതയ്ക്ക് ഒരിക്കലും ഈ മാനഭംഗം ഉണ്ടാവുകയില്ല എന്നുള്ളൊരു വിശ്വാസ പ്രമാണം ഈ രാമായണത്തിൻ്റെ കഥയിലുണ്ട്, ആ രാമായണ സംസ്കാരത്തിലുമുണ്ട്. നമ്മുടെ പുരാണ കഥാപാത്രങ്ങളിലെല്ലാം ഉണ്ട്. ദമയന്തി എന്നുള്ള കഥാപാത്രം ഒരു വനവേടൻ വന്നിട്ട് അവരെ ബലാത്സംഗം ചെയ്യുമ്പോൾ ആ വനവേടനെ ഭസ്മീകരിച്ചു. അവരുടെ ചാരിത്രത്തിൻ്റെ ശക്തിയാണതെന്നാണ് പറഞ്ഞത്, ഊർജം എന്ന് പറയുന്ന പോലെ. സീത എന്ന് പറയുന്ന ഏകപത്നീവ്രതക്കാരനായ ശ്രീരാമൻ്റെ ഈ ഭാര്യയ്ക്കും താൻ മാനഭംഗപ്പെടാതിരിക്കാൻ വേണ്ട മന്ത്രശക്തിയുണ്ട് സ്വന്തമായിട്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് രാവണന് അവിടുത്തെ ലക്ഷ്മണരേഖ മറികടന്നുകൊണ്ട് സീതയെ പ്രാപിക്കാൻ പറ്റാഞ്ഞതെന്നുമുള്ള ഒരു വിശ്വാസമുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. മണ്ഡോദരിയുടെ ഉപദേശമൊന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മണ്ഡോദരി ഒരു നല്ല സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശക്തിയുള്ള വിശുദ്ധിയുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ മാനഭംഗപ്പെട്ട സ്ത്രീയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഒരു അംഗഭംഗം സംഭവിച്ച സീതയായി മാറുക എന്നുള്ളതാണ് സംഭവിക്കുക. ആ ഒരു വിശ്വാസ തകർച്ച, വിശ്വാസ ഗോപുരത്തിൻ്റെ ഒരു വീഴ്ച. അപ്പോൾ ഇങ്ങനെയുള്ള വീഴ്ചകൾക്ക് വിധേയമായൊരു സ്ത്രീയായി ചിത്രീകരിച്ചു എന്നുള്ളതാണ് സെൻസർ ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫാർ ഫെച്ച്ഡാണ്. ഇത് സീതയല്ല, ജാനകിയാണ്. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ സീതയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നതെങ്കിൽ വടക്കേ ഇന്ത്യയിൽ ആകമാനം ജാനകി, ജനകൻ്റെ പുത്രിയായിട്ടുള്ള ജാനകി എന്നുള്ള സങ്കല്പം, ആ പേരുമാണ് ആ ക്യാരക്ടറിനോട്, അവരുടെ ചരിത്രത്തോട് ഇഴചേർന്ന് നിൽക്കുന്നത്. നമ്മളിതിൽ ചർച്ച ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്തരം വിഷയങ്ങളില്ലായിരുന്നു. രണ്ടാമത്, പണ്ട് കാലങ്ങളിൽ ഇപ്പോഴിപ്പോൾ മാർക്കോ പോലുള്ള അല്ലെങ്കിൽ എമ്പുരാൻ പോലുള്ള സിനിമകളല്ലായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ മനുഷ്യനെ രസിപ്പിക്കുന്ന തരത്തിലും ചിന്തിപ്പിക്കുന്ന തരത്തിലും അല്ലെങ്കിൽ കുടുംബജീവിതങ്ങളെ നിർവഴി സമൂഹത്തിനൊരു നന്മയും സന്ദേശമൊക്കെ കൊടുക്കുന്ന തരത്തിലുള്ള നല്ല സിനിമകളായിരുന്നു ഇതിനു മുന്നേ ഉള്ള സിനിമകളൊക്കെ. ഒരു പക്ഷെ നമുക്കൊക്കെ കണ്ടിരിക്കാം. മൃഗീയ സ്വഭാവമുള്ള സിനിമകൾ കുറവായിരുന്നു, അപൂർവമായിരുന്നു. പണ്ട് കാലങ്ങളിലുള്ള സിനിമകളൊക്കെ കണ്ട് കൂടുതൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് ഒരു വ്യത്യാസം വന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എമ്പുരാനായിരിക്കും അതിന് തുടക്കമിട്ട, മാർക്കോ സിനിമ അതിന് തുടക്കമിട്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമായി ആണോ അപ്പൊ ഇത് പാർലമെന്റ് വരെ ചർച്ച ചെയ്ത സിനിമ എമ്പുരാൻ, അപ്പൊ അതിനുശേഷമാണോ സെൻസർ ബോർഡ് ഇത്തരത്തിലുള്ള കടും വെട്ട് തീരുമാനിക്കുന്നത്? കാരണം മതവികാരത്തെ വ്രണപ്പെടുന്നു. അത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും പറയുമ്പോൾ സിനിമയിലെ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലേ ഇതിന്റെ കാരണം? അതെന്തുകൊണ്ട് സിനിമാ നിർമ്മാതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നില്ല? അത് കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ വരുമ്പോൾ അത് ജനങ്ങൾക്കിടയിലൊരു പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിൽ വേണം അതിനുവേണ്ട എഡിറ്റിംഗ് നിർവഹിക്കണം. അതാണ് ഈ സെൻസർ ബോർഡിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. കാരണം 140 കോടി ജനങ്ങളുടെ ഒരു രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൽ അത്തരത്തിലുള്ള മത
വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ സിനിമയിൽ പാടില്ല. അതൊരു മാസ് മീഡിയ ആയതുകൊണ്ടെന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു നിർദ്ദേശം. ജാനകി മാത്രമല്ല, പൃഥ്വിരാജിന്റെ കടുവ സിനിമയിൽ ഈശോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഇത്തരത്തില് ഈശോ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇത്തരത്തില് വലിയ പ്രതിഷേധമായിരുന്നു ക്രിസ്ത്യൻ ഇതിൽ നിന്നും. ഇപ്പൊ എമ്പുരാൻ സിനിമയിലെ അതിനകത്തെ ചില ഭാഗങ്ങളും ക്രിസ്ത്യാനികൾക്ക് ഒരു വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ഭാഗങ്ങളുണ്ട്. അപ്പൊ ഇതിപ്പോ ഒരു ഇപ്പൊ ജാനകി ഇങ്ങനെ ആയതുകൊണ്ട് ഹിന്ദു മത വികാരം അല്ലെ RSS സംഘപരിവാറിന് ഉണ്ടായ പ്രശ്നമാണ്, അല്ലെങ്കിൽ BJPക്ക് കേന്ദ്ര സർക്കാരിന് ഉണ്ടായ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ നാളെ മുസ്ലിങ്ങൾക്കും അതേപോലെ തന്നെ ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കും ഒക്കെ അവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഉണ്ടാകുമ്പോഴേ അവർക്ക് അതിന്റെ ഇത് മനസ്സിലാവത്തുള്ളൂ. ഇതിപ്പം ഹിന്ദുവിന്റെ പേരായതുകൊണ്ടായിരിക്കും ഇത് ഇത്രത്തോളം കോലാഹലം ഉണ്ടാവാൻ കാരണം. എന്തായാലും സിനിമ വിജയിക്കുമെന്ന് ഉറപ്പാണ്, ഞാനും കാണും. ആകാംക്ഷയാണ്, ക്യൂരിയോസിറ്റി ആണല്ലോ ഒരു സിനിമയുടെ വലിയ വിജയം എന്ന് പറയുന്നത്. അതെന്തായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ജനങ്ങൾക്ക്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ അവരുടെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എല്ലാ തരത്തിലും നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നല്ല മൂല്യമുള്ള സിനിമകൾ നിർമ്മിച്ചാൽ ഇത്തരത്തിലുള്ള കടുംവെട്ട് വരത്തില്ലല്ലോ. പക്ഷേ പറഞ്ഞതിനോടെല്ലാം യോജിക്കുന്നു. പക്ഷേ ഹൈക്കോടതി ഇക്കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണോ ഇങ്ങനെ സിനിമ സെൻസർ ചെയ്ത് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടില്ല. ആ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് നമ്മൾ സിനിമ കണ്ടെങ്കിൽ മാത്രമേ അതുണ്ടാക്കുന്ന ഒരു വികാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അനുഭൂതി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അപ്പോൾ അതില്ലാത്തോളം സ്ഥിതിക്ക് ഇത് ഹൈക്കോടതി കണ്ടിരിക്കുന്നു, ബഹുമാനപ്പെട്ട ജഡ്ജി കണ്ടിരിക്കുന്നു, ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ റിലീസൊക്കെ ആ പ്രിവ്യൂ ആവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സിനിമ കണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു ചേതവും വികാരം കൂടി ഈ വിധിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ നിഷ്പക്ഷമായ ഒരു നിലപാട് എടുത്തത്. നിങ്ങൾ നിർമ്മാതാക്കൾ എന്ത് പറയുന്നു എന്നാണ് ചോദിച്ചത്. അല്ലെങ്കിൽ സെൻസർ ബോർഡിന് അപ്പം തന്നെ പറഞ്ഞേനെ നിങ്ങൾ ഇതിലെ സെൻസറിങ് ഒഴിവാക്കണമെന്ന്. അങ്ങനെ പറഞ്ഞില്ല, പറയാൻ അധികാരമുണ്ട്. പറഞ്ഞാൽ അപ്പോൾ ഉടനെ ഇത് മാറ്റിയേ പറ്റൂ. അങ്ങനെ ഒരു വിജയം ഇരു ടീമുകളും കൂടെ ചേർന്ന് തീരുമാനിക്കണം. ഇത് വലിയൊരു അടിയായിപ്പോയി. ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ട് ചിലർ, അവരിങ്ങനെ ഇതിങ്ങനെ പേര് മാറ്റാൻ പാടില്ലെന്ന് പറയും. ഹിന്ദു വിരുദ്ധത എന്ന് പറയുന്നത് മുഖമുദ്രയാക്കിക്കൊണ്ട് ചില ആൾക്കാർ ഇത് ആഘോഷിക്കാൻ തയ്യാറായിരുന്നു. അവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല. അത് നല്ല കാര്യം തന്നെ. ഹിന്ദു വിരുദ്ധത മുഖമുദ്ര, അതാണ് ബുദ്ധിജീവിയുടെ ലക്ഷണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊരടിയായി. അത് അത്രത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ സെൻസർ ബോർഡെ ആവശ്യമില്ല സിനിമയ്ക്ക് മാത്രമായി എന്ന അഭിപ്രായക്കാരാണ്. ഇപ്പോൾ TV, സോഷ്യൽ മീഡിയ എന്തെല്ലാം വരുന്നു, അതിന് ഏതെങ്കിലും സെൻസർ ബോർഡുണ്ടോ? ലൈവായിട്ട് അങ്ങ് പോവല്ലേ, അത് സെൻസർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ സിനിമയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നിർമ്മാതാവ് ഉത്തരവാദിത്വം കാണിക്കണം. ഉത്തരവാദിത്വം കാണിച്ചുകൊണ്ട് ചെയ്യണം. ഒരു മാസ് മീഡിയയാണിത്. അതുമാത്രമേ ഉള്ളൂ. അദ്ദേഹം തന്നെ സ്വയം സെൻസർ ചെയ്യണം ആ പറയുന്ന കാര്യങ്ങളും. അതുപോലെ അവിടെ പിന്നെ അതിലുള്ള ക്യാരക്ടറുകളുടെ എന്താണ് ആര് അനുഭവം. ഇപ്പോൾ ജാനകി എന്നുള്ള പേര് തന്നെ ഇതിന് പാടുള്ളൂ. അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പോകുമ്പോൾ കറുത്ത മാസ്കേ പാടുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെ ചോദിക്കുകയല്ല. വേറെ എത്രയോ പേരുകൾ ഇതിന് അനുയോജ്യമാണ്. ജാനകി എന്നുള്ള പേര് പ്രശ്നമാണെങ്കിൽ അതങ്ങ് മാറ്റുക എന്നുള്ളതല്ലേ അതിൻ്റെ മര്യാദ. അത് മാറ്റിക്കഴിഞ്ഞാലും ആ കഥയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിച്ചല്ലോ. എനിക്ക് തോന്നുന്നത് സെൻസർ ബോർഡും ഇതിൻ്റെ നിർമ്മാതാവും തമ്മിലൊരു ഒത്തുകളിയാണ്. ഇതൊരു വിവാദമാക്കി ആക്കാതെ ഇന്ന് സിനിമകൾ വിജയിക്കില്ല. വിവാദമാക്കിയാലേ സിനിമകൾ വിജയിക്കും. നല്ലപോലെ കാണും. അതെ, രഞ്ജിനിയും കാണും, ഞാനും കാണും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വിജയം. എന്താണെന്ന് അറിയാൻ ഒരു കൗതുകം വരും നമുക്ക് ഇതിനകത്ത്. അപ്പോൾ അത് ജാനകി എങ്ങനെയുള്ള കഥാപാത്രം. ഇപ്പോൾ ജാനകിയെ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലേ. ഈ സിനിമയുടെ പേര് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടില്ലേ. ഇതിൽ കൂടുതലൊരു ഇനി പത്രത്തിൽ പരസ്യം ചെയ്ത് പൈസ കളയേണ്ട കാര്യമേ വന്നിട്ടില്ല. അതാണ് ഇതുകൊണ്ട് സാധിച്ചത്. അതുപോലെ ഹിന്ദു വിരുദ്ധരുടെ അവരുടെ വികാരങ്ങളെ ഒട്ടും കോടതി സാറ്റിസ്ഫൈ ചെയ്തതുമില്ല. അതുകൊണ്ട് നല്ലത് തന്നെ. അവർ തന്നെ സുരേഷ് ഗോപിയുടെ മൗനമാണ്. സുരേഷ് ഗോപി ഒന്നും പറഞ്ഞിട്ടുമില്ല ഈ കാര്യത്തിൽ. കാരണം ഒന്നും പറയാൻ പറ്റാത്ത പരുവത്തിനായി. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരവസ്ഥയായിപ്പോയി. ഇങ്ങനെ ഒരു സ്ഥിതിയിലായിപ്പോയി അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നു. അതാ വളരെ അച്ചടക്കം പാലിച്ചു കാര്യത്തിൽ. അതായത് സമ്മതിക്കണം. ചുമ്മാ അഭിപ്രായങ്ങൾ വിളിച്ച് പറഞ്ഞ് വീണ്ടും ഒരു വിവാദം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യാൻ പാടില്ലെന്നാണ്